ഹായ് ലേൺ ഫോർ പീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് എൽ ഡി സിയുടെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് എൽ ഡി സിയുടെ പരീക്ഷ കഴിയുണ്ടായി. അപ്പോ പരീക്ഷ അത്യാവശ്യം കുഴപ്പമില്ലാതെ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങൾ കിട്ടണമെന്നാണ് പരീക്ഷയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഈ ഒരു പരീക്ഷ ചോദിച്ച മാത്സിന്റെ ഭാഗം ചോദിച്ച 10 ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ്. അപ്പോ മാത്സിന്റെ ഭാഗത്ത് നിന്ന് താരതമ്യം അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം അല്പം ബുദ്ധിമുട്ട് തോന്നുന്നായിരുന്നു. ഒരു പൈപ്പിന്റെ ഒരു ചോദ്യവും പിന്നെ എന്താ പറയാ ഒറ്റയാനായെന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും മിക്ക ആൾക്കാർക്കും ഒന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കിടക്കാം. ആദ്യ ചോദ്യം എന്ന് പറയുന്നത് 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? അപ്പൊ ഇവിടെ വിൽപ്പന വില ഉണ്ട് ആണല്ലോ. അപ്പൊ 840 രൂപ വിൽപ്പന വിലയുള്ള, അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം, പരസ്യ വില. അപ്പൊ 840 രൂപയ്ക്കാണ് വിൽക്കാൻ വച്ചിട്ടുള്ളത് ആണല്ലോ. എന്നാൽ വിറ്റ് എത്ര രൂപയ്ക്കാണ്? 714 രൂപയ്ക്കാണ് വിറ്റത്. ഇപ്പൊ കടയിൽ പോകുമ്പോൾ അറിയാലോ, അതായത് ചിലപ്പോ സാധനത്തിന്റെ മാർക്കറ്റ് പ്രൈസിനേക്കാൾ വില കുറച്ചായിരിക്കും നമുക്ക് കണക്കാക്കാറുണ്ട് ഇല്ലേ? അപ്പോ ആ പരസ്യ വിലയാണ് 740 എന്ന് പറയുന്നത്. അപ്പൊ വില കുറച്ച് 714 രൂപയ്ക്ക് എന്ത് ചെയ്തു? ആ കച്ചവടക്കാരൻ നമുക്ക് തന്നു. ഓക്കെ, അപ്പോ അവിടെ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം ഡിസ്കൗണ്ട് എത്രയാണ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ട് എത്ര കണ്ടുപിടിക്കുമ്പോ എന്തെടാ, 840 പരസ്യ വില. അവിടെ ചെയ്തു 714 രൂപയ്ക്ക് എന്ത് ചെയ്തു? തന്നു ആണല്ലോ ഇല്ലേ? അപ്പൊ ജസ്റ്റ് മൈനസ് ചെയ്യേ. 840 നിന്ന് 714 കുറച്ച് എത്ര ഇടാം? 14 കുറച്ച് 6, ഇവിടെ 3 ആണല്ലോ, 2, 8 കുറച്ച് 1, 126 കിട്ടും ആണല്ലോ. അപ്പൊ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര? 126 ആണല്ലോ. ഇനി അത് ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആണ്. ഡിസ്കൗണ്ട് ബൈ അതിന്റെ പരസ്യ വില എത്ര? 840 ഇൻറ്റു 100. ഓക്കെ ആണോ? ഡിസ്കൗണ്ട് ബൈ അവിടെ പരസ്യ വില എം ആർ പി ഉണ്ടല്ലോ, അതിന്റെ മാർക്കറ്റ് പ്രൈസ് പരസ്യ വില ഇൻറ്റു എത്ര? 100 ചെയ്യാം. ഓക്കെ, ഇവിടെ ചെയ്യാം. ഇവിടെ ചെയ്യുമ്പോ 4 വെച്ച് ഇല്ല 2 വെച്ച് വിടാം. 63 കിട്ടും. ഇവിടെയോ 420 കിട്ടും. ഓക്കെ, ഇനി 63 420 9 പോകും, 7 വെച്ച് പോകും, 7 വെച്ച് കൂട്ടാം. 63 7 9 പ്രാവശ്യം. ഇവിടെയോ 42 7 6 6 6 42 60 കിട്ടും. പിന്നെ ഒരു 0 0 ഞാൻ ക്യാൻസൽ ചെയ്യാം കേട്ടോ. ഓക്കെ, നേരത്തെ ക്യാൻസൽ ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്യാം. 9/6. ഓക്കെ, 9/6 എത്ര? 9/6 ഒരു 5 6 സോറി 6 3 പ്രാവശ്യം 2 അല്ലേ? 6 3 2 പ്രാവശ്യം, 9 3 3 പ്രാവശ്യം. ഓക്കെ, ഇനി ഈ 2ഉം 10ഉം വെട്ടി എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഓക്കെ, മാക്സിമം ക്യാൻസലേഷൻ ചെയ്യാം ഉണ്ടല്ലോ. അപ്പൊ 3 × 5 ചെയ്യാൻ കിട്ടും 15 കിട്ടും. ഓക്കെ, 15% കിട്ടോ. 15 ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക. എന്താണ് ഡിസ്കൗണ്ട് ശതമാനം കാണാൻ വേണ്ടി ചെയ്യുക? ഡിസ്കൗണ്ട് ബൈ അതിന്റെ പരസ്യ വില അല്ലെങ്കിൽ വിൽപ്പന വില ഇൻറ്റു 100. ബാക്കി ക്യാൻസലേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, എത്ര കിട്ടും? 15 കിട്ടും. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യം. അടുത്തത് 11 സംഖ്യയുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് ചേർത്ത സംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് 2 രീതി ചെയ്യാം. ഇവിടെ 11 സംഖ്യയുടെ ശരാശരി എത്രയുണ്ട്? 11 സംഖ്യയുടെ ശരാശരി 66 ഉണ്ട് ഇല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ ആകെ തുക കണ്ടുപിടിക്കാം. അങ്ങനെയാണ് എന്ത് ചെയ്യാം? 11 × 66 ചെയ്യാൻ മതി. 11 × 66 66 ചെയ്യാം. ഓക്കെ, 6 12 ഇഷ്ടം 726 കിട്ടും. ഓക്കെ, അപ്പൊ 11 × 66 ചെയ്തു. അപ്പൊ 11 സംഖ്യയുടെ ആകെ കിട്ടി. ഒരു സംഖ്യ കൂടെ ചേർത്തപ്പോൾ അപ്പൊ സംഖ്യ എത്രയായി? 12 ഇല്ലേ? സംഖ്യയുടെ എണ്ണം 12. അപ്പൊ ഒരു സംഖ്യ കൂടെ ചേർത്തപ്പോൾ ശരാശരി എത്രയായി? അവിടെ 72 ആണല്ലോ. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? 12 × 72 ചെയ്യാം.
ഓക്കെ 12 ഇൻറ്റു 72 ഞാൻ ചെയ്ത സമയം വന്നില്ല ഫോർവേഡ് ചെയ്യാണ് 12 ഇൻറ്റു 72 ചെയ്യുമ്പോൾ അവിടെ എന്തോടാ 72 ഇൻറ്റു 12 864 കിട്ടും 864 ഓക്കെ ആണോ ഇനി എന്ത് ചെയ്യാം ഇവ തമ്മിൽ വ്യത്യാസം കൊടുക്കുക 864 726 തമ്മിൽ എന്ത് ചെയ്യാം കുറയ്ക്കാം ഓക്കെ 726 138 138 കിട്ടും ഓക്കെ ആണോ അപ്പോ 11 ആകെ കണ്ടുപിടിക്കുക 12 സംഖ്യയുടെ ആകെ കണ്ടുപിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യാം തമ്മിൽ കുറയ്ക്കുക ഓക്കെ ആണല്ലോ ഓക്കെ ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇങ്ങനെയും ചെയ്യാം അതായത് ആ പുതിയ സംഖ്യ പ്ലസ് സോറി പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വർധനം ഓക്കെ ശരാശരിയിലെ വർധനവ് എത്രയും വരുന്നേ ഉള്ളൂ പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു ശരാശരി വർധനം എന്ന് പറയുമ്പോൾ പുതിയ ശരാശരി 72 ആണല്ലോ 72 പ്ലസ് മുമ്പ് എത്ര ഉണ്ടായിരുന്നു 11 ഉണ്ടായിരുന്നല്ലോ അതായത് പുതുതായിട്ട് ഞാൻ വന്നപ്പോ അവിടെ ചെയ്തു ഈ 11 പേർക്ക് എന്ത് ചെയ്തോടാ ശരാശരി എത്ര വെച്ച് കൂടി 66 ആയിരുന്നത് ഇപ്പൊ എത്രയാടാ 66 ആയിട്ട് ഇപ്പൊ 72 എത്ര വെച്ച് കൂടി 6 വെച്ച് കൂടി ഇല്ലേ അപ്പൊ ഓരോരുത്തർക്കും 6 വെച്ച് കൂടി അപ്പൊ 11 പേർക്കും 6 വെച്ച് കൂടിയപ്പോ എത്രയായി 66 ആയില്ലേ ഓക്കെ അപ്പൊ മൊത്തം 66 കൂടിയത് കേട്ടോ അപ്പൊ പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വർധനവ് ഓക്കെ പുതിയ ശരാശരി എഴുതി പഴയ എണ്ണവും എത്ര എണ്ണം കൂടി കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ 72 പ്ലസ് 66 അത് ഉത്തരം തന്നെയാണ് 138 തന്നെയാണ് എങ്ങനെയാണോ യൂസ് ചെയ്യാം ക്ലിയർ ആയോ ഓക്കെ കിട്ടൂല അപ്പോ എങ്ങനെയാണോ ചെയ്യാ എളുപ്പമാണ് അടുത്ത ചോദ്യം ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് വീതം എടുക്കും എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്ന വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരുമെന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ 3 പൈപ്പുകൾ നിറയാൻ 1 മണിക്കൂർ ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ ഒരുമിച്ച് 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു ഓക്കെ എന്നാൽ 2 പൈപ്പ് ഉപയോഗിച്ചാൽ എത്ര സമയം വേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഈ 10 ചോദ്യങ്ങളിൽ അത്യാവശ്യം അല്പം നല്ല നിലവാരമുള്ള ചോദ്യം അതായത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഉദ്യോഗത്തിൽ ചിലപ്പോൾ പ്രയാസം പോയിട്ടുണ്ടാവും അപ്പോ ഇവിടെ 3 പൈപ്പ് നിറയാനായിട്ട് എത്ര സമയം ഇടാം 1 മണിക്കൂർ 30 മിനിറ്റ് ആണല്ലോ അപ്പൊ 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുമ്പോ അവിടെ 1 മണിക്കൂർ 30 മിനിറ്റ് നമ്മൾ പിന്നെ സംഖ്യയാക്കാം 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 60 അല്ലേ അവിടെ 30 മിനിറ്റ് എന്നാണ് മണിക്കൂറിലോട്ട് ആക്കുക മിനിറ്റിനെ മണിക്കൂറാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക 60 കൊണ്ട് ഹരിക്കുക ഓക്കെ 30 മിനിറ്റിന് 60 സഹായിച്ച് മണിക്കൂറിലോട്ട് ആക്കുക ഓക്കെ ഈക്വൽ ടു എത്ര കിട്ടും ചെയ്യുമ്പോ 3/6 1/2 കിട്ടും ചെറുതാക്കുമ്പോ 3 6 അതായത് 30 മിനിറ്റ് എന്ന് വെച്ചാൽ 1 മണിക്കൂറിന്റെ പകുതിയില്ലേ അപ്പൊ 1.5 മണിക്കൂറിന് കിട്ടി ഓക്കെ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോ ക്രോസ് ചെയ്യേ 2 × 1 2 ഓക്കെ ഇത് പ്ലസ് ചെയ്യാം 2 × 1 2 പ്ലസ് 3 3 എത്ര കിട്ടി 2 കിട്ടി ഓക്കെ ആണോ അപ്പൊ 3 പൈപ്പുകൾ പറയാനുള്ളത് സമയം 3/2 അത്രയും മണിക്കൂർ കേട്ടോ ഇനി നമ്മൾ വർക്ക് ടൈമിന്റെ ആ സെയിം ഇതിനാണ് അതായത് ഇത്ര ആളുകൾ ഇത്ര ദിവസം കൊണ്ട് ചെയ്ത വർക്ക് ഇത്ര ആളുകൾക്ക് എത്ര ദിവസം വേണ്ടി വരും എന്ന് ചോദിക്കുമല്ലോ അത് 15 ആൾക്കാർ 20 ദിവസം ചെയ്ത വർക്ക് 20 പേർ ചേർന്ന് എത്ര ദിവസം പൂർത്തിയാക്കും അങ്ങനെ ക്വസ്റ്റ്യൻ വരില്ലേ അവിടെ നമ്മൾ ഈക്വേഷൻ പറഞ്ഞോ M1 D1 ഈക്വൽ ടു M2 D2 ഓർമ്മയുണ്ടോ ഓക്കെ ഇവിടെ 3 പൈപ്പുകൾ എന്ന് പറയുമ്പോ 3 ഇൻറ്റു ഇവിടെ സമയം എത്ര 3/2 3 പൈപ്പുകൾ ഇത്ര സമയം കൊണ്ട് നിറയും ആണല്ലോ അത് എത്ര 2 പൈപ്പുകൾ വെച്ചില്ലേ ഇപ്പൊ 2 ഇൻറ്റു D2 ആ സമയത്ത് ചോദിച്ചുള്ളൂ ഓക്കെ ഇവിടെ എന്ത് ചെയ്യണം 3 9 വേണ്ടെന്ന് വരും ഈക്വൽ 2 ഇൻറ്റു D2 അങ്ങനെ D2 ഈക്വൽ ടു ഈ രണ്ടത് നേരെ താഴെ കൊണ്ടുവരാം അപ്പൊ D2 ഈക്വൽ ടു
9/4 എന്ന് വരും. ക്ലിയറായോ? ഇവിടെ ഇൻഡു ഇപ്പൊ ഡിവൈഡ് ആവും, പറഞ്ഞല്ലോ നേരെ താഴെ കൊണ്ടുവന്നായി കൺഫ്യൂഷൻ ആണ്. ഓക്കെ, താഴെ കൊണ്ടുവരും. അപ്പൊ 9/4 എന്നായി. ഓക്കെ, അപ്പൊ 9/4 എന്ന് പറയുമ്പോൾ അഞ്ച് മണിക്കൂർ കൊണ്ട് ഫ്രാക്ഷൻ ആക്കുക. 9/4 1 എത്ര? 2 പ്രാവശ്യം 8 കുറയ്ക്കുമ്പോൾ 1 കിട്ടി. ഓക്കെ, ഇനി മിശ്രഫിനെ നോക്കുക. മിക്സർ ഫ്രാക്ഷൻ ആക്കുക. 2 ഷിഫ്റ്റ് വന്ന് 1 എടുത്ത് മേലിൽ എഴുതി ബൈ 4. 2 1/4 മണിക്കൂർ എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ 2 1/4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2 മണിക്കൂറും 4 മണിക്കൂറും ആണല്ലോ. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ 2 1/4 ഭിന്നസംഖ്യയിലാണെങ്കിൽ എന്ത് ചെയ്യാം? ഇത് എടുക്കുക. ഓക്കെ, 9/4 അല്ലെങ്കിൽ 2/1/4 എടുക്കുക. നമുക്ക് ഇവിടെ എന്താണ് ഉള്ളത്? ഇവിടെ മണിക്കൂർ കൃത്യ സമയം ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ഈ 9/4 ഈ 9/4 അല്ലെ ഇവിടെ 2 1/4 അല്ലേ? ഇത് പറയുമ്പോ എന്താ? 2 1/4 എന്ന് പറയുമ്പോ 2 മണിക്കൂറും അതായത് 1/4 അവർ ആണല്ലോ. 2 മണിക്കൂറുണ്ട്, പിന്നെ 1/4 അവർ ഉണ്ടല്ലോ. 4 മണിക്കൂർ. ഓക്കെ, ആ 4 മണിക്കൂർ എന്ന് പറഞ്ഞാ 4 മണിക്കൂർ എന്ന് പറഞ്ഞത് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. കണ്ടോ? ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത് ഓർമ്മ ഇവിടെ എന്ത് ചെയ്യുക? നമ്മള് മിനിറ്റിനെ മണിക്കൂറിലോട്ട് വായിച്ചിട്ടില്ലേ? സോറി, മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റി ആണല്ലോ. അപ്പൊ മിനിറ്റിനെ മണിക്കൂറിലോട്ടാക്കാൻ വേണ്ടി ചെയ്തു 60 കൊണ്ട് വായിച്ചു ആണല്ലോ. മിനിറ്റിനെ മണിക്കൂറാക്കാനായിട്ട് 60 കൊണ്ട് വായിച്ചു. അതേപോലെ മണിക്കൂറിനെ മിനിറ്റോട്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 60 കൊണ്ട് കുടിക്കുക പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 4 60 വെട്ടി 15 കിട്ടും. ഓക്കെ, അതായത് 2 മണിക്കൂറും 15 മിനിറ്റും 2 മണിക്കൂറും 15 മിനിറ്റും ഉണ്ടല്ലോ. ഓക്കെ, കേട്ടോളാം. ഓക്കെ, താരതമ്യേന അത്യാവശ്യം നല്ല ലെവലുള്ള ഇതായിരുന്നു കേട്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം ആ സമയത്തിന് ഒരു ഭിന്നസംഖ്യ ആക്കി എഴുതി. ഓക്കെ, മിനിറ്റിനെ മണിക്കൂർ അതാക്കി എഴുതി. എന്നിട്ട് നമ്മൾ വർക്ക് ടൈമിന്റെ ആ ഇക്വേഷനിൽ കൊടുക്കുക കേട്ടല്ലോ. ഇനി അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്തുന്നതാണ്. നോക്കടാ, ഇതിപ്പോ ഏത് ഫോമില് നമ്മളാ a⁻m into a⁻n പഠിച്ചില്ലേ? എന്തോ a⁻m+n ആണല്ലോ ആ ഫോമിലെ. ഇപ്പോൾ 2k+1 into 2/5 ഈക്വൽ 2/7 എന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 2 ഇവിടെ m+n എന്ന് പറയുമ്പോ എമ്മിന്റെ സ്ഥാനത്ത് k+1 പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് 5 ഈക്വൽ 2/7. അത് 2k+1+5 അല്ലേ? ഈക്വൽ 2/7. അവിടെ രണ്ടിടത്തും ബേസ് സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്യാം? മേലത്തെ ആ k+6ഉം ഇവിടുത്തെ 7 രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് k ഈക്വൽ ടു എന്ത് ചെയ്യാം? 7 - 6. ഓക്കെ, അതുപോലെ a⁻n ആണ്. ആ ഇക്വേഷൻ കൊടുത്ത് സോൾവ് ചെയ്ത് എടുക്കുക. എന്നിട്ട് രണ്ടിന്റെ പവർ ആയിട്ട് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. k+6 ഈക്വൽ ടു 7 ആയിരിക്കും. ഇക്വേറ്റ് ചെയ്യുക കെയുടെ വാല്യൂ. ഓക്കെ, അടുത്ത ചോദ്യം. ചോദ്യമായിരുന്നു, എ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കും. എന്നാൽ ബി മാത്രമായിട്ട് പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കുന്നതാണ്? സാധാരണ AC വെച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോ എ എത്ര? എ 20 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും. എയും ബിയും കൂടെയോ? എയും ബിയും കൂടെ എത്ര ദിവസം ഉണ്ട്? 12 ദിവസം കൊണ്ട് തീർക്കും ആണല്ലോ. ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് ആണെങ്കിൽ ഈ രണ്ട് സംഖ്യയുടെയും ലെസ് ആകൂ. രണ്ട് സംഖ്യയുടെ AC എന്ത് ചെയ്യാൻ വിളിക്കും? 20 12. 4 സംഖ്യയാണ്. 5 പ്രാവശ്യം 3 പ്രാവശ്യം ഇതുപോലെയല്ലോ. ഇപ്പോ 4 5 20 4 5 60 സോറി 5 20 23 60. അപ്പോ ടോട്ടൽ വർക്ക് 60. ഇതാണ് ടോട്ടൽ വർക്ക് ആണല്ലോ. ഇനി എ എത്ര ദിവസം കൊണ്ട്? 20 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കി ആണല്ലോ. എ 20 ദിവസത്തിൽ പൂർത്തിയാക്കി. ഓക്കെ, അതായത് എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? 60/20 ആയിരിക്കും അല്ലേ? അത് 20 ദിവസം കൊണ്ടാണ് ഈ 60 വർക്ക് പൂർത്തിയാക്കിയത് ആണല്ലോ. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എന്തായാലും 60/20 ആയിരിക്കും. ചെയ്യുമ്പോൾ കിട്ടും 3 കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് 60 വിചാരിക്കുക.
അപ്പൊ എ ഒരു ദിവസം 3 വർക്ക് വെച്ചിട്ട് ഇവിടെ പൂർത്തിയാക്കും ചിന്തിക്കുക. ഓക്കെ, അതുപോലെ 60 12 ചെയ്യുമ്പോൾ എവിടെ കിട്ടും? 5 കിട്ടും. ഓക്കെ, അപ്പൊ എ ഒരു ദിവസം കൊണ്ട് എത്ര 3 പൂർത്തിയാക്കുന്നത് ആണല്ലോ. എയും ബിയും കൂടെ ആയപ്പോഴോ ഒരു ദിവസം ടോട്ടൽ 5 വർക്ക് എന്ത് ഇവിടെ പൂർത്തിയായി അല്ലേ. അപ്പൊ ബിയുടെ വർക്ക് ഇപ്പൊ എത്ര ആയിക്കോ? എ ഒരു ദിവസം 3 വർക്ക് തീർക്കുമല്ലോ. എയും ബിയും കൂടെ ചേർന്നപ്പോഴോ 5 തീർത്തത് ആണല്ലോ. അപ്പൊ എത്ര വർക്ക് കൂടുതലായിട്ട് ചെയ്തു? 2 കൂടുതൽ ചെയ്തത് അല്ലേ. അപ്പോ ബിയുടെ വർക്ക് എന്ന് പറയുമ്പോൾ 5 മൈനസ് 3 2ആയിരുന്നു. അതാണ് ബിയുടെ വർക്ക് അല്ലേ. എ ഒരു ദിവസം 3 വർക്ക് പൂർത്തിയാക്കി, എയും ബിയും കൂടെയോ 5 വർക്ക് പൂർത്തിയായി ആണല്ലോ. അപ്പോ ബിയുടെ വർക്ക് എന്ന് പറയുമ്പോൾ എത്ര? 2ആയിരുന്നു ആണല്ലോ. ഇനി ബിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 60 ടോട്ടൽ വർക്ക് 60 അല്ലേ. അപ്പൊ ബി ഒരു ദിവസം 2 വർക്കാണ് തീർക്കുന്നത്. അപ്പോ 60/2 ചെയ്യാം, 30 കിട്ടും. ഓക്കെ ആണോ? അപ്പോ ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പ് എന്ത് ചെയ്യാം? എ ബി ബൈ എ മൈനസ് ബി ഇങ്ങനെയും ചെയ്യാം. എ ബി ബൈ എ മൈനസ് ബി ആണ് ചെയ്യണമെങ്കിൽ എ ബി എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 12 ബൈ 20 മൈനസ് 12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 ഇൻറ്റു 12 12 ബൈ 20 മൈനസ് 12 എത്ര? 8ആണ്. ഇത് ചെയ്യാം. 4 വെച്ച് 8ൽ 4 2 പ്രാവശ്യം, 20ൽ 4 5 പ്രാവശ്യം, അത് 2 ഒരു പ്രാവശ്യം, 12ൽ 6 പ്രാവശ്യം, 6 5 കിട്ടും 30. അങ്ങനെയും ചെയ്യാം. ഒന്നുകിൽ എ ബി ബൈ എ മൈനസ് ബി ചെയ്യാം, അല്ലെങ്കിൽ എൽ സി വെച്ച് ചെയ്യാം. ഓക്കെ, എൽ സി വെച്ച് ചെയ്യുന്നത് കുറച്ച് നല്ലത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡലായിട്ട് നമുക്ക് ചെയ്യാം. എൽ സി വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടല്ലോ. അവിടെ 2 മെത്തേഡും എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ഒറ്റയാണ് കണ്ടെത്താനാണ്. ചിലപ്പോൾ കാണും, ചിലർക്ക് പെട്ടെന്ന് കിട്ടുകയും കാണും. ഒറ്റയാണ് കണ്ടെത്താനാണ്. വേറെ ഇടാം. ഇതെന്ത് ചെയ്യാം? ഈ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കാം കേട്ടല്ലോ. അക്കങ്ങളുടെ തുക എന്ന് പറയുമ്പോ ഇവിടെ എത്ര വരും? 2 5 7 7 6 13 16 17 അക്കങ്ങളുടെ തുക 17 ആണല്ലോ. ഇവിടെയോ 5 2 7 8 8 6 14 17 അവിടെയും 17. ഓക്കെ, ഇവിടെ 3 4 7 7 4 11 13 17 ഇവിടെയും 17 ആണ്. ഏതായാലും ഇതായിരിക്കണല്ലോ. 3 6 6 4 10 14 16 ഉണ്ടാവും. അപ്പൊ അക്കങ്ങളുടെ തുക ബാക്കി 3 എത്രയാണ്? 17 ആണ്. ഇവിടെ മാത്രം എന്തല്ല 17 ചെറു പെട്ടെന്ന് കിട്ടി കാണും, ചെറിയ വച്ചിരുന്ന് പറയാൻ കാണും. ഓക്കെ, അടുത്ത ചോദ്യം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് യാത്ര ചെയ്തു. വരച്ചിന്റെ പോകണം. വടക്ക് നിൽക്കുക അറിയാലോ. വടക്ക് നിൽക്കുക വെയില് വടക്ക്, താഴോട്ട് തെക്ക്. ഓക്കെ, ഇവിടെയോ ഇവിടെ പടിഞ്ഞാറ്, ഇവിടെ കിഴക്ക് ആണല്ലോ എന്ന് പറയുമ്പോൾ വരയ്ക്കുക. 8 കിലോമീറ്റർ പോയി വടക്കോട്ട്. എന്നിട്ടോ പിന്നെ വലത്തോട്ട് ഈ 2 കിലോമീറ്റർ, വലത്തോട്ട് ഈ 2. വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ അത് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നതാണ്. വലത്തോട്ട് പറയുമ്പോൾ എന്താ? താഴോട്ട് ഇങ്ങോട്ട് വരുന്നല്ലോ. വലത്തോട്ട് 1 കിലോമീറ്റർ. ഓക്കെ, 1 കിലോമീറ്റർ യാത്ര. 1 കിലോമീറ്റർ. ഇപ്പോ രാജു ഏത് ദിശയിലേക്കാണ് തിരികെ നിൽക്കുന്നത്, യാത്ര തുടരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 1 കിലോമീറ്റർ ഇങ്ങോട്ടല്ലേ, താഴോട്ടല്ലേ? അതായത് ഏത് ദിശയിലോട്ട്? തെക്കോട്ടല്ലേ? അത് വടക്കോട്ട് പോയി വലത്തോട്ട് തിരികെ, പിന്നെ വലത്തോട്ട് തിരികുന്നല്ലോ. ഡയറക്ഷനായി തെക്ക് ദിശയിലോട്ടാണ് അല്ലേ? തെക്ക് ദിശയിൽ വരുന്നത്. അടുത്ത ചോദ്യം. ഹെലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെട്ടു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്നാണ്. ഹെലോയും ഹെലോ KHOOR നമ്മൾ ആൽഫബറ്റിക് ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പൊ H കഴിഞ്ഞിട്ട് H കഴിഞ്ഞ IJK 3 ലെറ്റർ കൂടുതലല്ലേ? 3 ലെറ്റർ. അടുത്തത് ഇയും HO FGH ആണല്ലോ. അവിടെ 3 ലെറ്റർ കൂടുതലാണ്. എന്താ? അത് MNO അവിടെ 3 ലെറ്റർ എന്നാണ് കൂടുതലാണ്. അപ്പോ ഫസ്റ്റ് വാക്കിൽ നിന്ന് ഓരോ ലെറ്ററിന്റെ കൂടെ +3 ആഡ് ചെയ്യാം ആണല്ലോ. എല്ലാത്തിനും +3 ആഡ് ചെയ്യാനുണ്ട് നമ്മളെ ഈ ഒരു വാക്ക് അല്ലെ ആ ഒരു കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വേൾഡ് നമുക്ക് എങ്ങനെ എഴുതാം? വേൾഡ് W
പ്ലസ് 3 ആഡ് ചെയ്യാം. ഓക്കെ, ഡബ്ല്യു എക്സ് വൈ ഇസഡ് അല്ലേ, ഇസഡ്. രണ്ട് ഓയുടെതോ, ഓയുടെ കോഡ് കൊടുക്കാൻ ഉണ്ട് ഇല്ലേ, ആറുണ്ട്, ആറ് കൊടുത്താൽ മതി. അത് ആറ് വരുമ്പോ പി ക്യു ആർ എസ് ടി യു ആണല്ലോ, യു ത്രയബലിനെ കിട്ടി കേട്ടോ, ഇസഡ് ആർ യു ഒ ജി അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാം, ഓരോ വാക്കിലും എന്ത് ചെയ്യാം, 3 ആഡ് ചെയ്ത് എഴുതുക കേട്ടല്ലോ, അത്രേ ഉള്ളൂ. ഇത് കിട്ടിയിട്ടുണ്ടോ? അടുത്തോ, തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ എന്നാണ്. സിമ്പിൾ ആണ്, നോക്കാം. എന്താ പറയുക, 4 7 എത്ര കൂടി, അവിടെ 3 കൂടി ഇല്ലേ, 3 കൂടി. അടുത്ത് 7 12 ആയപ്പോഴോ 5 കൂടി. അപ്പൊ 3 കൂടി 5 കൂടി, അടുത്ത അടുത്ത് 7 കൂടും ആണല്ലോ. ഒറ്റ സംഖ്യകളല്ലേ, 3 5 7 ആണല്ലോ, ഒറ്റ സംഖ്യയാണ്. അപ്പൊ 4 7 12, 7 കൂടുമ്പോൾ എത്ര വരും, 19 കിട്ടും. അതൊക്കെ കിട്ടുന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്ത് എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഹരണം എന്ന ചിഹ്നത്തെയും ബി ഗുണനം എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കും. എന്നാൽ 18A 12C 6D 2B 5 എന്നത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 18 എ എന്ന് പറയുമ്പോൾ പ്ലസ് അല്ലേ, അപ്പൊ ആ സൈൻ മാറ്റി കൊടുക്കുക, പ്ലസ് 12. സി എന്ന് പറയുമ്പോ ഹരണമാണ് ആണല്ലോ, അത് 6. ഡി എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് 2. ബി എന്ന് പറയുമ്പോ മൈനസ് ആണ് 5. ആ ലെറ്റേഴ്സ് വരെ സിമ്പിൾ കൊടുക്കാൻ എഴുതുക. ഇനി എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ബോട്ട് മാസ് വെച്ച് ആദ്യം ഹരണം അല്ലേ, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ എന്താ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ പോകുന്നത്. ആദ്യം ഡിവിഷൻ ആണ്, ഹരണം. ഓക്കെ, ഹരണം ആദ്യം ചെയ്യാം. ഇതിലെ ഹരണം ഇപ്പൊ 18 പ്ലസ് 12 എത്ര, 2 ഇൻറ്റു 2 മൈനസ് 5. അപ്പൊ ഹരണം കഴിഞ്ഞു. അടുത്ത് ഗുണനം, ഇതിലെ ഗുണനം ഇപ്പൊ 18 പ്ലസ് 2 എടുത്താൽ 4. 18 പ്ലസ് 4 എത്ര, 22 കിട്ടും. 22 5 കുറച്ചാൽ 17. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ. താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആണെങ്കിൽ അല്ലേ. മിക്കവർക്കും ഒരു 8 മാർക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ചെറിയ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുള്ളത്, കമന്റ് ബോക്സിൽ ഇട്ടയക്കാം. പരീക്ഷ എളുപ്പമുണ്ടായിരുന്ന കൂടെ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ ഇട്ടയക്കാം. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുടെ ഒരുപാടുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ, താങ്ക് യു.